കേരളത്തിൽ അടിസ്ഥാന വർഗങ്ങളാണെങ്കിൽ ഒന്ന് കൂടുതലായിട്ടുള്ളതാകുന്നു അല്ലെ. അവരുടെ വികാരം ഓർമ്മപ്പെടുത്തിയാൽ അവരുടെ രാഷ്ട്രീയമാണ്. അതേത് രാഷ്ട്രീയക്കാരൻ കളിച്ചാലും അവർക്ക് വളരാൻ പറ്റും. അതിനു വേണ്ടിയാണ് നമ്മളങ്ങനെ പല തട്ടാക്കി വെച്ചിട്ട് അതിലൊരു മന്ത്രിയെ കൊടുത്ത് ഇതൊക്കെ നിങ്ങളെ ചോദിപ്പിക്കുന്ന കാര്യങ്ങളാണ്. അവരെ നിങ്ങളെ ചൊടിപ്പിക്കുകയാണ്. മനസ്സിലായോ? അതായത് ഏതിന്റെ മന്ത്രിയാണോ എന്ന ആള് അതിന് ഓപ്പോസിറ്റ് ടീമോടെ ഉണ്ടല്ലോ ഇല്ലേ? നമ്മൾക്കുള്ളിൽ അങ്ങനെ സാധനം ഉണ്ടാകുമ്പോൾ SST എന്ന് പറഞ്ഞ വിഭാഗത്തിന് ഒരു മന്ത്രിയെ കൊടുത്തത്. അപ്പൊ മറ്റുള്ളവർക്ക് അത് കണ്ട് ചൊറിയണം. ചൊറിയുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും പറയും. അപ്പൊ ഇവര് പറയും ഞങ്ങളെ മക്കളാണ്, ഞങ്ങളെ തരില്ല, ഞങ്ങളവരെ കൂടെ ഉണ്ടാവും പറയും. അവിടെ പൊളിറ്റിക്സ് ഗെയിം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവങ്ങൾ അറിയുന്നില്ല. അവരെ പേരെടുത്ത് വെച്ചുകൊണ്ട് അവരവിടെ വിജയിച്ചു പോകണം. അപ്പൊ നിങ്ങൾക്ക് കാണപ്പെടും ഒരാൾക്ക് പറയണം എന്തിനാണ് ആ ജാതിക്കൊരു മന്ത്രി. അദ്ദേഹം പറഞ്ഞത് ഹിന്ദുക്കൾക്ക് മന്ത്രി ഇല്ല എന്നുള്ളതാണ്. അത് പോയിട്ടാണ്. നേരെ മറിച്ച് ഞങ്ങൾ ബ്രാഹ്മണന്മാർക്കൊരു മന്ത്രി ഇല്ലാന്ന് പറഞ്ഞ പ്രശ്നമായ അത് ബ്രാഹ്മണൻ ചിന്തിക്കണം, നായർ ചിന്തിക്കണം, മറ്റുള്ളവർ ചിന്തിക്കണം എന്ന് കരുതിയിട്ടാണ് ഈ പറയുന്ന വിഭാഗത്തിന് അല്ലെങ്കിൽ നമ്മുടെ സഹോദരന്മാർക്ക് ഒരു മന്ത്രിസ്ഥാനം കൊടുത്തിരിക്കുന്നത്. അതിൽ ഒരിക്കലും ചേരാൻ ആ വ്രണം നമുക്കുള്ളിൽ ഉണ്ടാവും. അവരെ ഞങ്ങൾക്കൊന്നുമില്ല, അവർക്കെല്ലാം കൊടുക്കുന്നുണ്ട്. ഈ ഒരു സാധനം പിന്നീട് അത് വെറുപ്പായിട്ട് മാറുകയാണ്. മനസ്സിലായില്ലേ? അവര് ഒരു മന്ത്രിയെ വെച്ച് അവർ വലിയ ആളായി എന്നുള്ള തോന്നൽ നമുക്കുള്ളിൽ വന്നത് നമ്മുടെ താഴെത്തട്ടിലുള്ള ഒരാളെ കാണുമ്പോൾ ഇവരുടെ ഒരു കൈ നമുക്ക് വരുന്നുള്ളിൽ. അതുകൊണ്ടാണ് നമ്മളിവര് ഇങ്ങനെ മാറ്റി നിർത്തിക്കൊണ്ടിരിക്കുന്നത് ഇത്രയും കാലം. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാല് ഒരു മന്ത്രി ഉണ്ടാവില്ല. നിങ്ങൾ പറഞ്ഞ ഹിന്ദുവിന് തന്നെ ഇവിടെ 20-30 മന്ത്രിമാരുണ്ടാവും. നമ്മൾ വിചാരിക്കണം. പക്ഷെ ഞങ്ങൾക്ക് ഇങ്ങനെ മന്ത്രിയുടെ ആവശ്യമില്ല എന്ന് ആ വിഭാഗക്കാർ തന്നെ പറയണം. പറയണമെന്നുണ്ടെങ്കിൽ എന്താണ്? അവർക്ക് വേണ്ടത് കൊടുക്കാനുള്ള ആളുകളുണ്ടെന്നുള്ള ബോധം അവർക്ക് വേണം. അതുണ്ടാവണമെന്നുണ്ടെങ്കിൽ രക്ഷണം അവിടെ വേണം. കാരണം എന്താണ്? നമുക്ക് രാഷ്ട്രീയമില്ല, നമുക്കതില്ലല്ലോ ആ സാധനം. അതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് നേടാനില്ല. അതുകൊണ്ട് നമ്മൾ കൊടുക്കുന്ന ഏതൊരു സാധനത്തിനും മൂല്യമുണ്ടാവും. നമ്മൾ കൊടുക്കുന്ന ഏതൊരു സാധനത്തിനും മൂല്യമുണ്ടാവും. കാരണം നമ്മൾ തിരിച്ചൊന്നും പ്രതീക്ഷിച്ചല്ല നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നത്. അവിടെ നിന്ന് ആകെ ഒന്നേ നമ്മൾ പ്രതീക്ഷിച്ചുള്ളൂ. എന്താണ്? എന്നെ സഹോദര എന്ന് വിളിക്കാനുള്ള അവന് മനസ്സുണ്ടാവണം. എന്നെ ഒന്ന് ചേർത്ത് പിടിക്കാൻ, എന്നെ ഒന്ന് കെട്ടിപ്പിടിക്കാൻ അവന് സാധിക്കണം. അത് മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. നമ്മൾ ഒരു വീട് വെച്ച് കൊടുത്താൽ പോലും അവനൊന്നും ഒന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. നമ്മളെ കാണുന്ന ഒരു ചിരി, നമ്മളെ കാണുമ്പോൾ അവന് ചേർത്ത് പിടിച്ച് കെട്ടിപ്പിടിക്കാൻ അവനൊരു എന്താ പറയാ, അങ്ങനെ ഒരു മെന്റാലിറ്റി ഒരു വരിക. നമ്മളെല്ലാവരും ഒരു കൂട്ടമായി കൊണ്ടുവിടാം. എനിക്ക് വീട് വെച്ചെന്നാലാണ് എന്റെ സഹോദരന്മാരാണ് ഒരു തിരിച്ചറിവുണ്ടാവുക. അത് മാത്രം മതി. വേറെ ഒന്നും അവർ തരണ്ട. നമ്മൾ അങ്ങോട്ട് കൊടുക്കണം. നിങ്ങളൊക്കെ തരാൻ തയ്യാറല്ലേ? നിങ്ങൾ അവിടെ നിന്ന് പ്രതീക്ഷിക്കണം അതല്ല. അപ്പോ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ പ്രവർത്തിച്ചിട്ട് നമ്മൾ അത് കാണിച്ചു കൊടുക്കുക. ഒരുപാട് വർഷം പ്രവർത്തിച്ചു. ഇവിടെ CPM പോലുള്ള ഹിന്ദു പാർട്ടിയാണ് സത്യം. അല്ല ഞാൻ പറയട്ടെ, ഹിന്ദു പാർട്ടിയുടെ CPM CPM-ൽ ഇന്ന് വേറെ ജാതിക്കാരുണ്ടെങ്കിൽ പകൽ മാത്രം അവരൊരിക്കലും വോട്ട് ചെയ്യാൻ CPM-ന് വോട്ട് ചെയ്യുന്ന ഹിന്ദുക്കൾ മാത്രം. അത്രേ ഉള്ളൂ. CPM എന്ന് പറയുന്ന പാർട്ടി ഹിന്ദു പാർട്ടിയാണ്. ആ CPM-ലുള്ള ബാക്കിയുള്ള വിഭാഗത്തിന്റെ വോട്ട് മുന്നിൽ വന്നിട്ട് ഞങ്ങളാണെന്നൊക്കെ പറയുമെങ്കിലും വോട്ടൊന്നും നടക്കുന്നില്ല. ഇനി അഥവാ അവൻ അബദ്ധത്തിൽ വല്ല വോട്ട് കുത്തിയിട്ടുണ്ടെങ്കിൽ കണക്ക് പറഞ്ഞൊരു കാര്യം സാധിക്കുന്നുണ്ട് അല്ലേ? യാതൊന്നും പ്രതീക്ഷിക്കാതെ ചോപ്പ് കണ്ടാൽ മാത്രം ഓടിക്കറി അരിവാള് കാണുമ്പോൾ കുത്തുന്നത് ഹിന്ദുക്കളാ. അവർക്ക് ഈ പറയുന്ന പോലെ ചോദിച്ചു വാങ്ങാൻ അറിയില്ല, വാങ്ങിയൊക്കെ അറിയില്ല. അവർക്ക് മറ്റുള്ളവർക്കൊക്കെ അറിയാം. ഞങ്ങൾ 1000 വോട്ട് നിങ്ങൾക്ക് തരാം, ഞങ്ങൾക്ക് എന്ത് ചെയ്തിരുന്ന ചോദ്യം. നിങ്ങൾ ഏതെങ്കിലും പഞ്ചായത്തിൽ അങ്ങനെ ചോദ്യം CPM-മാർക്കെതിരെ ചോദ്യങ്ങൾ കേൾക്കുന്ന സഖാവെ ഞങ്ങൾ വോട്ട് ചെയ്യാം, ഞങ്ങൾക്ക് എന്ത് ചെയ്തിരുന്ന് ചോദിക്കുന്നത് കേൾക്കുക. എവിടെയെങ്കിലും കേൾക്കുക. എന്നാ മറ്റുള്ളവർക്ക് ചോദിക്കാം. ഞങ്ങൾ പള്ളിക്കവയിൽ തീരുമാനിച്ചു CPM-ൽ വോട്ട് ചെയ്യാന്നുള്ളത്. നിങ്ങൾ എന്താ ഞങ്ങൾക്ക് തരാന്ന് പച്ചയ്ക്ക് ചോദിക്കാം. എന്താണ് ചോദിക്കാൻ കഴിയുന്നത്? അതുകൂടി പറഞ്ഞാൽ അതാണ് പോയിട്ട് അവർക്ക് ഏകീകരണമുണ്ട്. അവർ കുത്തുന്നു പറഞ്ഞാൽ കുത്തും. ഈ മഹല്ല കമ്മിറ്റിയിൽ 500 മുസ്ലിം വീടുകളുണ്ട്. ഞങ്ങളെ വോട്ട് CPM-നാണ്, ഞങ്ങളെ വോട്ട് കോൺഗ്രസിനാണ്, ഞങ്ങളെ വോട്ട് BJP-ക്കാണ്. അവർ പറഞ്ഞിട്ട് അവർ കുത്തും. കാരണം അവരെ ഇങ്ങനെ കൊണ്ടുപോകാൻ ഒരാളുണ്ട്. അവിടെ പ്രത്യക്ഷത്തിലാണ് ആ വ്യക്തി. അയാൾ തീരുമാനിക്കും എവിടെ വോട്ട് കൊടുക്കണം.
അയാൾ ചോദിക്കും ഞങ്ങൾക്ക് എന്ത് തരും, കൊടുക്കണം. കൊടുത്തിട്ടില്ലെങ്കിൽ അടുത്ത പ്രാവശ്യം വോട്ട് കിട്ടില്ല, ഒന്നും കിട്ടില്ല. അപ്പോ CPM എന്ന് പറഞ്ഞാൽ ഹിന്ദു പാർട്ടി. അപ്പൊ ആ ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ടാണ് രക്ഷണമുള്ളത്. നമുക്ക് രാഷ്ട്രീയമില്ലാത്തത്. അപ്പൊ നമുക്ക് അങ്ങനെ പ്രവർത്തിക്കാം, വളരെ ഈസിയാണ്. അവനെ ചേർത്ത് പിടിക്കുന്നുണ്ട്. അവനാണ് നിങ്ങൾ ഒരു തേങ്ങയും പറയണോ, ഒരു സാധ്യം പറയോ, ഒന്നും പടകൾ വാങ്ങാന്ന് പറഞ്ഞിട്ട് ആ ഒരു പിടുത്തത്തിൽ നമ്മുടെ ആ ഒരു ചേർത്ത് നിർത്തൽ അവരൊരു സുഖം തോന്നും. ഇതിലെന്തോ അപാകതയില്ലല്ലോ, ഈ ചേർത്ത് നിർത്തൽ എന്തൊരു സുഖം ഉണ്ടല്ലോ, ഇതിലെനിക്കൊരു സഹോദരൻ ചേർത്ത് പിടിക്കുന്ന പോലെ തോന്നുന്നുണ്ടല്ലോ എന്ന് ആ വ്യക്തിക്ക് തോന്നണം. കാരണം എന്താണ്, അത് തോന്നും. നിങ്ങൾ ഒന്നിച്ചിക്കാതെയാണ് ചേർത്ത് പിടിക്കുന്നത്. നിങ്ങൾ അവനെ ഏട്ടാനോ അനിയാനോ വിളിക്കാനാണ് അവൻ ചേർത്ത് പിടിക്കുന്നത്. കാരണം അവനൊന്നും നിങ്ങൾക്കൊന്നും കിട്ടുന്നില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് മുഴുവൻ കൊടുക്കേണ്ടി വരും. മനസ്സിലായില്ലേ? അപ്പോ നമ്മൾ പ്രവർത്തിച്ചാൽ മാത്രമേ നമ്മൾക്ക് എത്രത്തോളം ആളുകൾ ഉണ്ടാകും എന്ന് പറയാൻ പറ്റുള്ളൂ. പ്രത്യക്ഷത്തിൽ നമുക്ക് പെട്ടെന്ന് നിന്നിട്ട് രക്ഷത്തിൽ 50 ലക്ഷം പേരുണ്ട് എന്ന് പറഞ്ഞാൽ നടക്കണ കാര്യമില്ല. ആണോ? നടക്കൂല. പക്ഷെ കേവലം 1-2 വർഷത്തിനുള്ളിൽ നമ്മൾ നോക്കിക്കോ, ഓരോ ജില്ലയിലും നമ്മുടെ രക്ഷണ കുടുംബ സംഗമം നടക്കുമ്പോൾ 50,000, 60,000, 1,00,000 പേരാണ് പങ്കെടുക്കുന്നത്. ഓരോ വർഷം കൂടുന്തോറും അത് ലക്ഷങ്ങളുടെ എണ്ണം കൂടി വരികയും ചെയ്യും. കാരണം ആ സമയമാകുമ്പോഴേക്കും രക്ഷണം എല്ലാ കുടുംബങ്ങളിലും എത്തിയിട്ടുണ്ടാകും. നമ്മള് വീടുകളിലൊക്കെ കണ്ടിട്ടുണ്ട്, ശ്രീ മുത്തപ്പൻ കുടുംബത്തിന്റെ ഐശ്വര്യം, കാടാമ്പുഴ ദേവി കുടുംബത്തിന്റെ ഐശ്വര്യം എന്നൊക്കെ നമ്മൾ ഓരോ വീടുകളിൽ കയറി ചെല്ലുമ്പോൾ കാണാറുണ്ട്. അതുപോലെ തന്നെ രക്ഷണം എന്ന് പറഞ്ഞുള്ള ബോർഡുകൾ ഓരോ വീടുകളിലും വരും. ആ വീടുകൾ നമ്മുടെ വീടുകളാണ്. നമുക്ക് ആ വീടുകളിൽ ചോദിക്കാതെ ആ കുടുംബത്തിൽ കയറിയിരിക്കാനുള്ള അനുവാദം ഉണ്ടാവും. നമുക്കൊരു നേരത്തെ എനിക്ക് വിശക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു കയറി വേണം, മക്കളെ നിനക്ക് ഭക്ഷണം തരാൻ ഞങ്ങളിവിടെ ഉണ്ട് എന്ന് പറയുന്ന അമ്മമാരുണ്ടാവും. ഇതാണ് ലക്ഷ്യം. ഇതിലോട്ട് നമ്മൾ എത്താൻ വേണ്ടി എന്ത് ചെയ്യണം? നമുക്ക് ഇനിയൊരു ബാല്യം, നമുക്ക് ഇനിയും ഒരുപാട് ബാല്യങ്ങൾ ഇതിനു വേണ്ടി ഓടാം. ഞാൻ ചിന്തിക്കുന്ന ഒരാളാണ്. നമുക്ക് എല്ലാവർക്കും കേവലം 1 വർഷത്തെ 2 വർഷത്തെ നമ്മുടെ പ്രയത്നം നമ്മളൊരു ഇനി വരുന്ന തലമുറയ്ക്ക് മാതൃകയാക്കുന്ന തരത്തിലായിരിക്കും. ഒരു 2-3 വർഷം നമ്മളൊന്ന് എന്താ പറയുക, ഇതിനു വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ ഇനി വരുന്ന തലമുറയ്ക്ക് എത്ര തലമുറ ഉണ്ടെങ്കിലും ശരി, രക്ഷണം എന്ന് പറയുന്ന കുടുംബത്തിന്റെ കീഴിലായിട്ട് ആ രക്ഷണം വലിയ ഒരു എന്താ പറയാ തണലായിട്ട് അവർക്ക് ഒന്നും ഉണ്ടാവും. കാരണം നിങ്ങൾക്ക് പരാതി പറയാൻ സ്ഥലമുണ്ട്. നിങ്ങൾ സത്യമാണ്, നിങ്ങൾക്ക് പരാതി പറയാനൊരു സ്ഥലമുണ്ട്. എന്താ ശ്രീകാന്ത് എവിടെ? ദൈവം ആ അവസ്ഥ ഹിന്ദുന് മാത്രമേ ഉള്ളൂ. സത്യം. ഈ ഒരു ഉദാഹരണമാണ്. അതായത് ഇപ്പൊ നമുക്ക് പരാതി പറയാനൊരു സ്ഥലമുണ്ടോ? ദൈവം ഉണ്ടാ വിളിച്ച കേൾക്കണം. മൂപ്പർക്കാണ് ഒരുപാട് ആൾക്കാരെ പരാതി കേൾക്കാനുള്ളതുകൊണ്ട് നമ്മളൊന്നും കേൾക്കില്ല ചില സമയത്ത്. അത് ഏത് തരം പരാതിയായാലും, ഇപ്പൊ ഭാര്യ ഭർത്താവ് വലിയ പ്രശ്നമാണ്, അതിനെവിടെ പോയി ഞാൻ പരാതി പറയുന്ന അറിയില്ല. സത്യം. ആദ്യം നമുക്ക് ഗുരുക്കന്മാരുണ്ടായിരുന്നു. നമ്മുടെ കുടുംബങ്ങളിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലൊക്കെ ഗുരുക്കന്മാരടുത്ത് പോയിട്ട് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞ് അവരാണ് നമ്മളെ അങ്ങനെ ചെയ്യാൻ പറഞ്ഞാൽ അത് അവരെ നമ്മൾ ബഹുമാനിച്ചിരുന്നു, അവരുടെ വാക്കുകൾ നമ്മൾ കേട്ടിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെ ഗുരുക്കന്മാരും നമുക്കില്ല. ഇന്നുള്ള തലമുറ ഗുരുക്കന്മാരെ തെളിയിക്കുന്നവരാണ്. സ്കൂളത്തെ പുറത്തൊക്കെ പുറത്തോട്ട് വന്ന് എവിടെയെങ്കിലും കിട്ടിയിട്ട് ചാമാതിരി. അപ്പോ നമ്മുടെ കുടുംബങ്ങൾക്ക്, നമ്മുടെ രക്ഷണത്തിന് അല്ലെങ്കിൽ രക്ഷണ കുടുംബത്തിലെ ആളുകൾക്ക് പരാതി പറയാനൊരു ഇടം വേണം. അല്ലെങ്കിൽ ഹിന്ദുവിന് പരാതി പറയാനും ആ പരാതിയിൽ ഒരു തീർപ്പുണ്ടാക്കാനും ഒരു ഇടം വേണം. അതേതരം പരാതികൾ. അതിനുവേണ്ടി നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്തെങ്കിലും എല്ലാ ജില്ലയിലും നമുക്ക് ലീഗൽ സൈഡുകളുണ്ട്. ആദ്യം ഗവൺമെന്റ് പരമായിട്ടുള്ള സംവിധാനത്തിനോടുകൂടി അവരുടെ പരാതികൾ തീർപ്പാക്കാൻ വേണ്ടി നമുക്ക് എല്ലാ ജില്ലയിലും അഡ്വക്കന്മാരുണ്ട്. ഏതൊരു മനുഷ്യനും പാവപ്പെട്ടവർ ഞാനിത് എന്ത് ചെയ്യണം, ഞാൻ എവിടെ പോയി പരാതി കൊടുക്കും, എന്റെ കയ്യിൽ ക്യാഷ് ഒന്നുമില്ല ഭഗവാനെ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് രക്ഷണമുണ്ട്. നിങ്ങളുടെ പരാതി കേൾക്കാൻ അവിടെ അഡ്വക്കറ്റ് ഉണ്ട്. നിങ്ങൾക്ക് വേണ്ടി കേസ് ഫയൽ ചെയ്യാൻ നിയമം പഠിച്ച ആളുകൾ രക്ഷണ കുടുംബത്തിലുണ്ട് എന്ന് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം. ഒറ്റക്കോള് രക്ഷണത്തിലോട്ട് എനിക്കിങ്ങനെ പ്രശ്നമുണ്ട്, എനിക്കൊരു കേസ് ഫയൽ ചെയ്യണം, നിങ്ങളെ കേൾക്കാൻ അല്ലെങ്കിൽ നിങ്ങളോട് പറയുന്നത് വാ നിങ്ങളുടെ ആ സാധനം നിങ്ങൾക്ക് എന്താണ് പരാതി ഇവിടെ വന്ന് പറഞ്ഞോളൂ, ഞാനത് തീരുമാനം. 1 രൂപ നിങ്ങൾ കൊടുക്കണം.
കാരണം എന്താണ്, നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ അച്ഛനോടും അമ്മയോടും പരാതി പറയുമ്പോൾ നമ്മളാരെയും പൈസ കൊടുക്കാറുണ്ടോ? ഇല്ല, നമ്മൾ പൈസ കൊടുക്കാറില്ലല്ലോ, അവർ തീരുമാനമാക്കി തരുന്നില്ലേ? അത് തന്നെ ആ ഒരു മെത്തേഡാണ്. രക്ഷണ കുടുംബത്തിൽ ഒന്നിനും പണം ആവശ്യമില്ല. എന്നാൽ പണമുള്ളവർ പരമാവധി ഈ സഹായങ്ങളിൽ നിന്ന് മാറി നിൽക്കുക, ഈ സഹായം സ്വീകരിക്കുന്ന മാറി നിൽക്കുക. കാരണം എന്താണ്, ഒരാൾക്ക് കൂടി പാവപ്പെട്ടവൻ ആ സഹായം സ്വീകരിക്കട്ടെ എന്നുള്ളൊരു മെന്റാലിറ്റി കൊണ്ടുവരിക. അതാണ് അങ്ങനെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പൊ നമുക്കൊരു കേസ് നടത്താനൊരു കഴിവുള്ള ഒരാളാണ്, കയ്യിൽ 10 ലക്ഷം 15 ലക്ഷം ഉള്ള ഒരാളാണ്. അദ്ദേഹം വന്നിട്ട് ഫ്രീ ആയിട്ട് ഇത് സ്വീകരിക്കാതെ എന്റെ ഭാഗത്ത് വേറെ ആളുകൊണ്ട് അയാളെ കേസ് ഏറ്റെടുക്കട്ടെ എന്ന് പറഞ്ഞ് മാറിക്കൊടുത്താൽ അത് ഉപകാരം. ഇനി വന്നു കയറി നമ്മൾ എടുക്കാതിരിക്കുന്നില്ല, അത് സ്വയം മനസ്സിലാക്കി നമ്മൾ മാറിക്കൊടുക്കാം. അങ്ങനെ അതുപോലെ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ, എനിക്കൊരു അസുഖം വന്നു, ഞാൻ എന്ത് ചെയ്യും? ആര് എന്നെ രക്ഷിക്കും? എന്റെ രക്ഷയ്ക്ക് ഇനി ആരുണ്ട് എന്ന് തോന്നുമ്പോൾ അവിടെ പേരുണ്ട് രക്ഷണം. നിങ്ങൾക്കൊരു അസുഖം വന്നാൽ നിങ്ങൾ ധൈര്യത്തോടെ ഉണ്ടല്ലേ, ഞാൻ ഇന്ന പ്രശ്നമുണ്ട്, ഞാൻ ഇന്ന അസുഖമുണ്ട്, നിങ്ങളെ കൊണ്ടുപോകാനും നിങ്ങൾക്ക് ചികിത്സ തരാനും രക്ഷണത്തിന് ആളുകളുണ്ട്. അതും ഈ രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ആ പ്രവർത്തികൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്താണ്